ഇത് വിമല. കഴിഞ്ഞ 40 വർഷമായി പാവിൻ്റെ നൂലിഴകളിലൂടെ ഓടമോടിച്ച് മനോഹരമായ സാരി മുണ്ട് നെയ്യുന്നു. ഇത് വിജയൻ. 14-ാം വയസ്സിൽ തൊഴിൽ പഠിച്ചു. അന്ന് മുതൽ കഴിഞ്ഞ 68 വർഷമായി ഈ തൊഴിലിലാണ്. ഇനി പറയാൻ പോകുന്നത് ഒന്നോ രണ്ടോ തൊഴിലാളികളുടെ കഥയല്ല, ഇവരെപ്പോലെ അനേകായിരം കൈത്തറി തൊഴിലാളികളുടെ കഥയാണ്. ബാലരാമപുരം കൈത്തറി ഏറെ പ്രശസ്തമാണ്. വിദേശങ്ങളിൽ പോലും ഇവിടെ നിന്ന് കൈത്തറി വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യപ്പെടുന്നു. പക്ഷേ സർക്കാർ നിർദ്ദേശപ്രകാരം നെയ്തു കൊടുത്ത തുണിക്ക് കൂലിയില്ലാതെ കഷ്ടപ്പെടുന്ന തൊഴിലാളികളും ഇവിടെയുണ്ട്. കൈത്തറി സ്കൂൾ യൂണിഫോം അതൊരു വലിയ, അതായത് ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു പദ്ധതിയായിരുന്നു. ഇതിപ്പോൾ ഒരു 4-5 മാസം കൊണ്ട് കൂലിയും യഥാസമയം കിട്ടുന്നില്ല. ഇവിടെ നെയ്ത വസ്ത്രങ്ങളിൽ കണ്ണീരുപ്പ് കലർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. നമുക്ക് ഈ നെയ്ത്തിന്റെ ഇതിൽ കൂലി മാത്രമേ ഉള്ളൂ, വേറെ ആനുകൂല്യങ്ങളൊന്നുമില്ല. ഒരു ക്ഷേമനിധി പെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ എല്ലാം മുടങ്ങി കിടക്കുകയാണ്. ഒരു പാവ് വെച്ച് 4 ആഴ്ച നമ്മൾ തീരും. ഒരു മാസം ആകുമ്പോൾ 8000 രൂപയ്ക്ക് ചെലവ് ചെയ്യും. അതിൽ കൂടുതൽ വരുമാനമൊന്നും നമുക്കിതിലില്ല. ബാലരാമപുരം കൈത്തറി എന്ന് പറയുമ്പോൾ അതിൽ ബാലരാമപുരത്തിന് പുറമെ പള്ളിച്ചൽ, വേങ്ങാനൂർ, കല്ലിയൂർ, അതിയന്നൂർ, നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിൽ നെയ്യുന്ന കൈത്തറി വസ്ത്രങ്ങൾ ഉൾപ്പെടും. 1,00,000-ലേറെ ആളുകൾ തൊഴിലെടുത്തിരുന്ന ഈ മേഖലയിൽ ഇന്ന് ആകെ എണ്ണിപ്പെറുക്കിയെടുത്താൽ 10,000 തൊഴിലാളികൾ തികയ്ക്കാമെന്ന് മാത്രം. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അവർക്കെന്താണ് പറ്റിയത്? ഈ കാലഘട്ടത്തിൽ കൈത്തറി വ്യവസായം വളരെയധികം താഴോട്ട് പോയി. കാരണം വെച്ചാൽ പുതിയ തലമുറ ഈ വ്യവസായത്തിലേക്ക് കടന്നു വരുന്നില്ല. അതിന് പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ അതിനൊരു ഡിഗ്നിറ്റി ഇല്ലായ്മയാണ് അതിനെ ബാധിക്കുന്നത്. നെയ്ത്ത് സഹകരണ സംഘങ്ങൾക്ക് നൂല് നൽകേണ്ടത് ബോർഡിൻ്റെ മേൽനോട്ടത്തിലാണ്. എന്നാൽ പലപ്പോഴും നൂല് നൽകുന്നതിൽ വീഴ്ചയുണ്ട്. കൈത്തറിയിൽ നെയ്താൽ മാത്രമാണ് ഒറിജിനൽ കസവ് പൊട്ടിപ്പോകാതെ നെയ്തു ചേർക്കാനാകൂ. അതിന് മെഷീനിൽ നെയ്താൽ സാധിക്കില്ല. എന്നാൽ സ്വർണവും വെള്ളിയും ചേർത്തുണ്ടാക്കുന്ന കസവ് വരുന്നത് ഗുജറാത്തിലെ സൂറത്തിൽ നിന്നാണ്. അതിനുള്ള സംവിധാനം കേരളത്തിലില്ല. ഈ മേഖലയിലടക്കം സർക്കാരിൻ്റെ ശ്രദ്ധ പതിയേണ്ടതുണ്ട്. ബോർഡുകളൊക്കെ തന്നെ വെള്ളാനകളായി മാറുകയാണിവിടെ. കൈത്തറി തൊഴിലാളികളുടെയും സൊസൈറ്റികളുടെയും ദുരിതത്തിന് ഇന്നും അറുതിയില്ല. കൈത്തറി മേഖലയിലെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാൻ സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചതാണ്. 2023 സെപ്റ്റംബർ മാസം ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അന്ന് വ്യവസായ മന്ത്രി പറഞ്ഞതാണ് കൈത്തറി മേഖലയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ സജ്ജീകരണങ്ങളും ഇനി സംസ്ഥാനത്ത് ഒരുക്കുമെന്നും അതിനെ വേണ്ടുന്ന രീതിയിൽ പരിപോഷിപ്പിക്കുമെന്നും. പക്ഷേ ഇപ്പോഴും അത് വാഗ്ദാനമായി മാത്രം ഒതുങ്ങുകയാണ്. ക്യാമറമാൻ അനൂപിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.